തിര ഇറങ്ങിയ സമയത്ത് ആ സിനിമ പലർക്കും പ്രിയപ്പെട്ടതാവാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് പുറത്തു വന്നുകൊണ്ടിരുന്ന സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നതായിരുന്നു. വിനീത് ശ്രീനിവാസൻ പുള്ളി പൊതുവെ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേണിൽ നിന്ന് മാറിക്കൊണ്ടുണ്ടാക്കിയ ആ സിനിമയിൽ ശോഭനയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതിലെ മറ്റ് കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് ചോയ്സുകളും തിരഞ്ഞെടുത്ത ലൊക്കേഷനുകളും എല്ലാം ആ കഥയെ വളരെയധികം സ്ക്രീനിൽ റിയൽ ആക്കി മാറ്റിയിരുന്നു. ഞാൻ തിരയെക്കുറിച്ച് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കരത്തിന്റെ റിവ്യൂവിൽ പറയാനുള്ള കാരണം, ഈ സിനിമ ഒരർത്ഥത്തിൽ തിരയുടെ സ്പിൻ ഓഫ് എന്നോ സ്പിരിച്വൽ സീക്വൽ എന്നോ ഒക്കെ പറയാൻ പറ്റാവുന്ന ഒരു പടമാണ്. കാരണം രണ്ടിന്റെയും പശ്ചാത്തലത്തിൽ മനുഷ്യക്കടത്ത് ഒരു ഭാഗമാകുന്നുണ്ട്. യഥാർത്ഥ വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ ആധാരമാക്കിയിട്ട് സൃഷ്ടിച്ച ഒരു ഫിക്ഷൻ കഥയായിരുന്നു തിരയെങ്കിൽ, നോബിൾ ബാബു തോമസ് തിരക്കഥ രചിച്ച കരം കുറെ ഹോളിവുഡ് ഏജന്റ് സിനിമകൾ കണ്ട ഒരാൾ അതിൽ നിന്നെല്ലാം കടമെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സിനിമ പോലെയാണ് തോന്നുന്നത്. ഓഡിയൻസിന് ഒരു സിനിമാറ്റിക് ഹൈ കൊടുക്കുന്ന ഒരു രംഗം പോലും നേരാംവണ്ണം സൃഷ്ടിക്കാൻ പറ്റാത്ത കരം എൻ്റെ അഭിപ്രായത്തിൽ വിനീത് ശ്രീനിവാസന്റെ ഫിൽമോഗ്രഫിയിലെ ഏറ്റവും വീക്കായിട്ടുള്ള സിനിമയാണ്. ദേവ് മഹേന്ദ്രനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. നിലവിൽ ആള് കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കുടുംബജീവിതം ജീവിക്കുകയാണ്. എന്നാൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു ഭൂതകാലം ദേവിനുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ലെനാർക്കോ എന്ന നഗരത്തിൽ ദേവിന്റെ ഭാര്യയ്ക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരു ഫാമിലി ട്രിപ്പായിട്ട് അങ്ങോട്ട് പോകുന്ന ദേവ് ചില അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെടുന്നു. എങ്ങനെയാണ് ആ ഒരു ഫാമിലി ട്രിപ്പ് വലിയ കുഴപ്പം പിടിച്ച ഒരു യാത്രയായിട്ട് മാറുന്നത് എന്നതാണ് കരം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ തിരയുടേതിന് സമാനമായ ഒരു സോണിലേക്ക് സിനിമയെ കൊണ്ടുപോകാനാണ് വിനീത് ശ്രീനിവാസൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്കെയിലിലും സെറ്റിങ്ങിലും തിരയിൽ നിന്നും ഈ സിനിമ വ്യത്യസ്തമാണ്. ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, സംഭവം ഇതൊരു ത്രില്ലർ സിനിമയാണെങ്കിലും കുറച്ചെങ്കിലും തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കുന്നത് സിനിമയ്ക്ക് ഒട്ടും ആവശ്യമല്ലാത്ത സിനിമയുടെ അവസാന അരമണിക്കൂറിൽ കയറി വരുന്ന കുറെ മലയാളി റെഫറൻസുകളൊക്കെയുള്ള കോമഡികളാണ്. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള സെറ്റപ്പുകളാണ് തിരക്കഥയിലുള്ളത്. സിനിമയുടെ ക്ലൈമാക്സിന്റെ ഒരു ഘട്ടത്തിൽ നായകൻ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നത് നമുക്ക് കാണിച്ചു തരുന്നൊരു സീനുണ്ട്. സംഭവം അവർ ആഗ്രഹിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഉദ്ദേശിച്ച ഒരു മാസ് ഇമ്പാക്റ്റ് അവിടെ കിട്ടുന്നില്ല. പല ഡയലോഗുകളും ചില സ്ഥലത്ത് പറയുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇത് ഇനിയും വേറെ ഒരു രീതിക്ക് തിരിച്ചു വരും എന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഥ എന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് പുതുമയൊന്നും അവകാശപ്പെടാനില്ല, അത് പ്രേക്ഷകന് ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് എന്ന്. നിർഭാഗ്യവശാൽ ഒറിജിനൽ എന്ന് പറയാൻ പറ്റുന്ന ത്രില്ലിംഗ് ആയ ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ സാധിച്ചത് ഡോളോ 650, രജനി കമൽ, പിന്നെ ജബ ജബ എന്നതൊക്കെയാണ്. കുറച്ചുപേരെ തല്ലി താഴെയിടാൻ പറ്റും എന്ന് തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ടാസ്ക് ആക്ഷൻ ഹീറോ ആകുന്ന നോബിൾ ബാബു തോമസിന് സാധിക്കുന്നുണ്ട്. പക്ഷെ അഭിനയത്തിലേക്ക് വരുമ്പോൾ പുള്ളി തന്നെ എഴുതി വെച്ചിട്ടുള്ള ഡയലോഗുകളാണ് പുള്ളിക്ക് പണി കൊടുക്കുന്നത്. നോബിളിന് മാത്രമല്ല, ഒരുവിധം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പലർക്കും എഴുതി വെച്ച ഡയലോഗുകൾ അതേപോലെ പറയാൻ നോക്കുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നതിന് ഒരു തടസ്സമാകുന്നുണ്ട്. ഓഡ്രി മിറിയം ആണ് സന എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ ഒരുപക്ഷെ മൾട്ടിപ്പിൾ ഷെയ്ഡുകളുള്ള ഒരേ ഒരു കഥാപാത്രം അതാണ്. ആ റോൾ അവർ സാമാന്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രേഷ്മ സെബാസ്റ്റ്യൻ ആണ് ദേവിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആശാനായ ഐവാൻ വൂക്കമാനോവിച്ച്. സംഭവം പുള്ളി ഒരു ആചാനബാഹു ആയതുകൊണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഫിഗർ ആണെങ്കിലും ഓർത്തിരിക്കത്തക്ക രീതിയിൽ എഴുതപ്പെടാത്തൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കൊടുത്ത ബിൽഡപ്പിനോട് ഒട്ടും നീതി പുലർത്താത്ത രീതിയിലാണ് ക്ലൈമാക്സിലൊക്കെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വിഷ്ണു ജി വാര്യർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രം വീണ്ടും ഒരേ സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് വലിയ പുതുമ തോന്നിയില്ല. മാസാക്കാൻ നോക്കിയ സാധനങ്ങളൊന്നും വേണ്ട രീതിയിൽ വർക്ക് ആവാഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബാബുരാജിന്റെ അനാവശ്യ കോമഡികൾ ആശ്വാസമായിട്ട് തോന്നി. കലാഭവൻ ഷാജോൺ, മനോജ് കെ ജയൻ, ശ്വേതാ മേനോൻ, ജോണി ആന്റണി എന്നിവരൊക്കെ കാര്യമായ സ്ക്രീൻ ടൈം ഇല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ വന്നു പോകുന്നുണ്ട്. തന്റെ സ്ഥിരം സ്പേസിൽ നിന്ന് വിനീത് ശ്രീനിവാസൻ മാറി നിന്നിട്ടുള്ള ഒരു സിനിമയാണ് കരം. ഇതിനു മുന്നേ തിരയിലായിരുന്നു പുള്ളി വേറൊരാളുടെ രചനയിൽ സംവിധാനം ചെയ്തത്. പക്ഷെ അവിടെ പുള്ളി സഹരചയിതാവായിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് അദ്ദേഹം സംവിധാനം മാത്രം ചെയ്യുന്നത്. വിനീത് ശ്രീനിവാസൻ ഇന്റർവ്യൂകളിൽ പറഞ്ഞതുപോലെ ജോമൻ ടി ജോണിന്റെ ഒരുപാട് സിലബറ്റുകളുള്ള ഫ്രെയിമുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ലൈറ്റിംഗ് ഭൂരിഭാഗം സ്ഥലത്തും വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ നിയോൺ ലൈറ്റുകൾ വരുന്നുണ്ടെങ്കിലും അതെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. കുറച്ച് റഗഡ് ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ശൈലി ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ വിനീത് ശ്രീനിവാസൻ വയലൻസിന്റെ ഒരു ആരാധകനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വയലൻസ് ക്യാപ്ചർ ചെയ്യുന്നതിലും ഒരു വ്യത്യസ്തതയുണ്ട്. എഡിറ്റിന്റെ ഒരു റിതത്തിലൂടെ ഗൺഷോട്ടിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് പുള്ളി സ്ക്രീനിൽ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഗോർ വയലൻസ് ആഘോഷിക്കുന്ന ലെവലിലേക്ക് പടം പോകുന്നില്ല.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഷാൻ റഹ്മാൻ ചെണ്ടയൊക്കെ അതിൽ ഉപയോഗിച്ചിട്ട് മലയാളി വികാരം മാക്സിമം ഉണർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സീനുകളും ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ എനർജിയും തമ്മിലൊരു പൊരുത്തം ഉണ്ടായിരുന്നില്ല. വിദേശ താരങ്ങളെ കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് അവർ മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ പടം കാണുമ്പോൾ അവർ മാത്രമല്ല ഇതിലെ ഇന്ത്യൻ കഥാപാത്രങ്ങൾ വരെ ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് പോലെ തോന്നി. സട്ടിലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് മലയാളം സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള അന്യഭാഷയിലെ തിരക്കഥകളെ അനുകരിക്കുന്ന രീതിയിലായി പോയി കരത്തിന്റെ തിരക്കഥയുടെ ഒരു അവസ്ഥ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്